ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേക്കാണ്. ബേക്കിംഗ് പഠിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ബർത്ത്ഡേ കേക്ക്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായി ഒന്ന് അടഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇത് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അരിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ, നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഞാനിപ്പോൾ ഒരു എഗ്ഗ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നോർമൽ വലുപ്പത്തിലുള്ള എഗ്ഗാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയല്ല, സാധാരണ പഞ്ചസാര തന്നെ. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പം ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുൻപ് എത്ര ഉണ്ടെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര ഉണ്ടെന്നും കൂടെ നോക്കുക. അപ്പോൾ അത്രയാണ് നമ്മൾ ബീറ്റ് ചെയ്താക്കി എടുക്കേണ്ടത്. നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് ബീറ്റായിട്ട് വരണം. ഇതിന് പകരം ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ഹാൻഡ് വിസ്ക് വെച്ചോ ഒരു 10 മിനിറ്റ് കൂടുതലും എടുക്കുന്നേ ഉള്ളൂ. ഹാൻഡ് വിസ്ക് വെച്ചും ചെയ്യാവുന്നതാണ്. ബീറ്റർ നിർബന്ധമൊന്നുമില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ മൈദയുടെ മിക്സ് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. കേക്കിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് എഗ്ഗ് വെച്ച് ചെയ്യുന്ന കേക്കാണെങ്കിൽ നിർബന്ധമായിട്ടും ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ. ഒന്നാകെ മിക്സ് ചെയ്തെടുക്കരുത്. എഗ്ഗ്ലെസ് കേക്ക് ആണെങ്കിൽ മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അത് പൊങ്ങിയൊക്കെ വരും. പക്ഷേ എഗ്ഗ് കേക്ക് ആകുമ്പോൾ അത് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്ത് തന്നെ എടുക്കണം. എന്നാലേ അതിൻ്റെ നമ്മൾ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുത്തത് അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ. കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒന്നുകിൽ ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ, അത് നിങ്ങളുടെ ചോയ്സ്, ഏത് വേണമെങ്കിലും. ഞാനിപ്പോൾ മെൽറ്റഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മതി. അതൊന്ന് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്യരുത്. ഓവർ മിക്സിങ് കേക്ക് സ്പോഞ്ചി ആവുന്നതിന് നമുക്ക് കേക്ക് സ്പോഞ്ചി ആവാതിരിക്കാനുള്ള കാരണമായി പോവും. അപ്പോൾ ഒരുപാട് മിക്സ് ചെയ്യാതിരിക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഓക്കെ, അതിപ്പോൾ ഇവിടെ നമ്മളെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാനിനകത്ത് വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഒരു നോർമൽ പ്രഷർ കുക്കർ എടുത്തിട്ട് അതിനകത്ത് ചെയ്യാം. ഇതിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ നോൺ സ്റ്റിക്ക് പാനാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് എല്ലാ വശത്തും ഒന്നാക്കി കൊടുക്കുക. അതിന് ശേഷം അതിനടിയിൽ വേറൊരു പാത്രം കൂടെ വെക്കുക. നമുക്ക് കേക്ക് കരിഞ്ഞു പോകാതെ ബേക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ വിസിൽ ഊരി വെച്ചിട്ട് ചെയ്താൽ മതി. വാഷർ ഊരണമെന്നില്ല, വിസിൽ മാത്രം ഊരിയെടുത്താൽ മതി. ബാറ്റർ ഇതിനകത്തേക്ക് ഈവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കാം. നമുക്ക് ഒന്ന് ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് തട്ടി കൊടുത്താൽ മതി. ഇനി അടച്ച് വെച്ച് നമുക്കിത് ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ട് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മുകൾ ഭാഗം കയ്യിൽ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. ഈ കേക്ക് ആകുമ്പോൾ മുകൾ ഭാഗം പറ്റുന്നില്ലെങ്കിൽ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടായിരിക്കും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സൈഡൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന പാത്രം അല്ലാന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ നല്ലതുപോലെ എണ്ണ ഒഴിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ സൈഡൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിൽ അടിയിൽ മാത്രം ആക്കി കൊടുത്താലും മതി. പിന്നെ ഓയിൽ അധികം അപ്ലൈ ചെയ്യരുത് കേക്കിൻ്റെ അടിയിൽ. അപ്പം കേക്ക് വല്ലാതെ ക്രിസ്പി ആയി പോവും. കേക്ക് ഇവിടെ ഒട്ടും തന്നെ കരിയാതെ തന്നെയാണ് റെഡി ആയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ആ സമയത്തേക്ക് നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ വിപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ
ഐസിങ് ഷുഗറും കൂടെ ചേർക്കുന്നുണ്ട്. ഐസിങ് ഷുഗർ നിങ്ങളെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നോർമൽ പഞ്ചസാര പൊടിച്ചത് മാത്രം തന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്യേണ്ടതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടതാണ്, അതുകൊണ്ടാണ് ബൗള് ഒക്കെ തണുപ്പിച്ചെടുക്കണം, വിസ്ക് തണുപ്പിച്ചെടുക്കണം എന്നൊന്നും ഞാൻ പിന്നെയും ഇങ്ങനെ പറയാത്തത്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മിക്സായി വരില്ല, ആ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കണം നമുക്ക്. ഇനി ഇത് നന്നായി സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് സ്റ്റിഫ് പീക്സ് ആയിട്ട് വരും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പ് ടോപ്പിംഗ് എന്നുള്ള ക്രീമാണ്. ഇതിന് പകരം നയാഗ്ര, സ്റ്റാർ വിപ്പ് അങ്ങനെയുള്ള ക്രീമുകളൊക്കെ കിട്ടുന്നുണ്ട്. അതെല്ലാം നോൺ ഡയറി ക്രീംസാണ്. അപ്പോൾ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ലൂസായി പോവാതെ കറക്റ്റായിട്ട് നിൽക്കും. അമൂലിൻ്റെ ഡയറി വിപ്പിംഗ് ക്രീമൊക്കെ വരുന്നുണ്ട്, അത് കേക്കിന് അത്രയ്ക്ക് അങ്ങ് ബെറ്റർ അല്ല. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കേക്കൊക്കെ നല്ല ഉഷാറായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു 3 കട്ട് ചെയ്യാണ്. ഞാനിവിടെ ആദ്യം ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 3 കട്ട് ചെയ്യാനായിട്ട്. കറക്റ്റ് വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. കേക്ക് കട്ടർ ഉണ്ടെങ്കിൽ കേക്ക് കട്ടർ വെച്ച് ചെയ്തോളൂ, അതല്ലെങ്കിൽ നൈഫ് വെച്ച് ചെയ്താലും മതി. ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എത്ര അളവിലാണോ കട്ട് ചെയ്യേണ്ടത് അതൊരു സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം എല്ലാ വശത്തൊന്ന് മാർക്ക് ചെയ്തൊന്ന് റൗണ്ടിലൊന്ന് ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, ഒരേ തിക്നെസ്സിൽ തന്നെ. ഞാനിപ്പോൾ 3 ഷീറ്റായിട്ട് കേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ തട്ടി കൊടുക്കണം. കേക്ക് ക്രംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഐസിങ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ മിക്സായിട്ട് അങ്ങനെ ക്രീം അങ്ങ് സ്മൂത്തായിട്ട് കിട്ടില്ല. ഒരല്പം ക്രീം ബേസിൽ വെച്ചതിന് ശേഷം ഒരു ഷീറ്റ് കേക്ക് മുകളിൽ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഷീറ്റ് വെക്കുക. ഇനി ഞാനിത് നനച്ചെടുക്കാൻ പോവുകയാണ്. 3/4 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് മിക്സ് ചെയ്ത് അത് ഞാനൊരു സോസ് ബോട്ടിലേക്ക് എടുത്തതാണിത്. പെട്ടെന്ന് നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടല്ല, അങ്ങനെ വീണ്ടും എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആക്കി ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള സുഖത്തിന് ഒരു പാത്രത്തിലെടുത്ത് സ്പൂൺ വെച്ച് ചെയ്താലും മതി. അതിന് നന്നായി നനയ്ക്കണം കേട്ടോ കേക്ക്, എന്നാലേ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കനത്തിൽ വെക്കണം, എന്നാലേ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ക്രീം കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇനി ഞാനിതിൻ്റെ മുകളിൽ വരുന്ന പീസ് സെൻറ്ററിലായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അടിയിൽ വെച്ചിട്ടുള്ള കേക്ക് കട്ട് ചെയ്ത സമയത്ത് സെൻറ്ററിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഷീറ്റാണ് അതിൻ്റെ മുകളിൽ വെച്ചത്, ഏറ്റവും മുകളിൽ വന്നിരുന്ന പീസ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഏറ്റവും ബോട്ടത്തിലുണ്ടായിരുന്ന പീസാണ് വെക്കുന്നത്. അതിങ്ങനെ വെക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കേക്കിൻ്റെ ബോട്ടം എപ്പോഴും നല്ല ലെവലായിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗമാണ് നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് വരുമ്പോൾ സ്മൂത്ത് ആൻഡ് ലെവലായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ അടിയിൽ വരുന്ന ആ ലെവലായിട്ടുള്ള പീസ് മുകളിൽ വെക്കുമ്പോൾ നമ്മളെ കേക്കും അതുപോലെ സ്മൂത്ത് ആൻഡ് ലെവലായിരിക്കും. 3ാമത്തെ ഷീറ്റും നല്ലതുപോലെ നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു ഐസിങ്ങിൻ്റെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. വിപ്പിഡ് ക്രീമിൻ്റെ ഒരു ലെയർ, കുറച്ച് ക്രീം എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഫാസ്റ്റ് മോഷനിലിട്ടിട്ടാണ് കാണിക്കുന്നത്. ഇനി അഥവാ ആർക്കെങ്കിലും ഇത് ഐസിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ള വീഡിയോ ഇൻഷാ അല്ലാ പിന്നീട് ഇടുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്, അതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് ക്രീമിനകത്ത് അല്പം കളർ ചേർത്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്. കളർഡ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഒരു നിർബന്ധമില്ല. അല്ലെങ്കിൽ വൈറ്റ് വെച്ച് തന്നെ ചെയ്യാം, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് റെഡ് കളറാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ജെൽ കളറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എത്ര കളറ് നിങ്ങൾക്ക് വേണോ അത്രയും കളറ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം.
ഓപ്ഷണലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കളറ് ഒക്കെ ചേർക്കുന്നത് ഓപ്ഷണൽ മാത്രമാണ്. കളറൊക്കെ ശരീരത്തിന് അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് ഇത് ഓപ്ഷണൽ മാത്രമാണെന്ന്. നിങ്ങൾക്ക് ഡിസൈഡ് ആയിട്ടുള്ള കളർ ഏതാണോ അത് ഉപയോഗിച്ച് ചെയ്യാം. ഞാനിതൊരു റെഡ് കളറാകുന്നത് വരെ മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം കേക്ക് ഞാൻ അരമണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ലെയർ നല്ലതുപോലെ ഒരു കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് അതൊന്ന് മിനുക്കിയെടുക്കാനായിട്ട് പറ്റും. ആദ്യം ഒന്ന് മുകൾ ഭാഗം ലെവൽ ചെയ്തെടുക്കുക. കുറച്ച് ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം സ്പാച്ചില ഒരു ഭാഗത്ത് വെച്ച് നമ്മളെ കേക്കിൻ്റെ സ്റ്റാൻഡ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലെവലാക്കി നമുക്ക് അത് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. സൈഡും അതുപോലെ തന്നെ കുറച്ച് ക്രീം വെച്ച് ആദ്യം കുറച്ച് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് കേക്ക് ബോർഡ് ഒന്ന് തിരിച്ച് വിട്ടാൽ മതി. മുകൾ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ക്രീമൊക്കെ അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 3-4 തവണയൊക്കെ കേക്ക് ഐസിങ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഒരാൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീണ്ടും വീണ്ടും ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ലെവലാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ അത് വക്ക് ഭാഗത്തൊക്കെ ഇങ്ങനെ കുറച്ച് ക്രീം പൊങ്ങിയിരിക്കുന്നുണ്ട്. അത് പാലറ്റ് നൈഫിൻ്റെ സൈഡ് വെച്ചിട്ട് അങ്ങ് റിമൂവ് ചെയ്യാം. മുകളിലേക്കാക്കിയിട്ട് വേണം വടിക്കാനായിട്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇത്രയും വിശദമായിട്ട് വീഡിയോ ഇത്രയും ലോങ് ആക്കിയിട്ട് വിശദമായിട്ട് പറയുന്നത് ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളാണ് വീഡിയോ കാണുന്നതെങ്കിലെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ദയവായി സഹകരിക്കുക ഇത്രയും ലോങ് വീഡിയോ ചെയ്തതിന്. ഇനി ഒന്നുകൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാലറ്റ് നൈഫ് ക്ലീൻ ആയിരിക്കണം, എന്നാലേ നല്ല സ്മൂത്തായിട്ട് വരികയുള്ളൂ. അതിൽ കുറേ ക്രീം പറ്റി പിടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അത് റൊട്ടേറ്റ് ചെയ്ത് എത്ര റൊട്ടേറ്റ് ചെയ്താലും അത് ലെവലായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് സൈഡൊന്ന് ഒരു സൈഡ് സ്ക്രൈപ്പർ വെച്ചിട്ടൊന്ന് വടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു സാധാരണ ഒരു ഹാർഡ് ബോർഡിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ സൈഡ് സ്ക്രൈപ്പർ വാങ്ങിക്കാനുണ്ട്, അത്ര വലിയ വിലയൊന്നുമില്ല. നമുക്കൊരു കട്ടിയുള്ള പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ വെട്ടിയെടുത്തിട്ട് ചെയ്യാം. പിന്നെ ഈ സൈഡ് സ്ക്രൈപ്പർ വെച്ച് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിക്കാം. ഇതുപോലെ ഇരിക്കും. നമ്മൾ സൈഡൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ കളർ വെച്ചിട്ട് ഒരു നമ്മളെ വിപ്പിംഗ് ക്രീം കളർ ചേർത്ത് വെച്ചില്ലേ, അത് വെച്ചിട്ട് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാണ്. അവനവന് കഴിയുന്നത് പോലെ എത്ര മാക്സിമം ഇത് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ള ഒരു സാധാരണ പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്ത് അതിലേറ്റവും ചെറുതായിട്ടുള്ള റൗണ്ട് ടിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ലാതെ ആക്ച്വലി ഇത് ബേക്കറിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് അവരത് ചെയ്യുന്നത് നമ്മൾ ബട്ടർ പേപ്പറിനകത്ത് മൈലാഞ്ചി ട്യൂബ് പോലെ ആക്കിയിട്ടാണ്. അത് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ ഇൻഷാ അല്ലാഹ് കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു ഇതുള്ള അല്ലെങ്കിൽ ഒരു സാധാരണ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിൻ്റെ എൻഡ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം.
ജസ്റ്റ് അടി വരച്ചതൊന്നും ചെറുതായിട്ട് തെറ്റിപ്പോയി, അത് ഞാൻ റിമൂവ് ചെയ്തിട്ട് വീണ്ടും ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. നിങ്ങൾ എന്താണ് എഴുതാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇപ്പോൾ ഇത് കളർ ചേർത്ത് ചെയ്യേണ്ടെന്നുള്ളവരാണെങ്കിൽ നമുക്ക് ചോക്ലേറ്റ്സ് മെൽറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ന്യൂട്ടല്ല വെച്ചിട്ട് പേര് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇനി ഞാൻ ടിപ്പ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേറെ ഒരു ടിപ്പ് വെക്കുകയാണ്. സ്റ്റാർ ടിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി അത് വെച്ച് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ. ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് റിലീസ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ബോർഡറാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് ബോർഡറൊക്കെ നമുക്ക് വീട്ടിൽ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഉഷാറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനൊരു കേക്കൊന്നും വേണമെന്നൊന്നുമില്ല. അതേക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ബോർഡേഴ്സ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എൻ്റെ ബോട്ടത്തിലും ഞാൻ ആ ബോർഡർ തന്നെ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് നേരത്തെ വെച്ച അതേ ടിപ്പ് വെച്ചിട്ട് തന്നെ ഒരു ചെറിയൊരു ചിത്രം വരച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ അവനവൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ലീഫും അതൊന്നും ഞാൻ ഇതിൽ കാണിക്കാത്തത് നമ്മൾ ഒരുപാട് പിന്നെ കളർ ഇങ്ങനെ ചേർത്തിട്ട് ചെയ്യണം അതൊക്കെ ചെയ്യുന്ന സമയത്ത്, അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. പിന്നെ നിങ്ങൾ ഇതുപോലെയുള്ള നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കേക്കുകളുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വരുന്ന എപ്പിസോഡുകളിൽ ചെയ്ത് കാണിക്കാൻ ഞാൻ ശ്രമിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.